നമസ്കാരം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ തന്നെയാണ് ഏവരും. പരമശിവനെ ആരാധിക്കാത്തവരായി ആരും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. ക്ഷിപ്രപ്രസാദി തന്നെയാണ് സാക്ഷാൽ പരമശിവൻ. അതിനാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ വേഗത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. എന്നാൽ ശിവഭക്തർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടികൾക്ക് കാരണമായി തീരും. ശിവഭക്തർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ, മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്തതായ ആ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തേതായ കാര്യം, സ്ത്രീകളെ കുട്ടികളെയും ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന കാര്യമാണ്. അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ അനാവശ്യമായി അവരെ ഇത്തരത്തിൽ നിങ്ങൾ ദ്രോഹിക്കുകയാണ് എങ്കിൽ, അഥവാ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതിനാൽ ഒരു കാരണങ്ങൾ കൊണ്ടും സ്ത്രീകളെയോ കുട്ടികളെയോ ഉപദ്രവിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇത് നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്നതായ അനുഗ്രഹം നഷ്ടമാകുന്നതിന് കാരണമായി തീരും. ഭഗവാൻ അവരോട് പൊറുക്കില്ല എന്നതാണ് വാസ്തവം. കാരണം അവരുടെ സംരക്ഷകരായി മാറേണ്ടവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തീർച്ചയായും അവരെ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ, അതായത് പ്രകൃതിയെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയെയും ഭഗവാൻ പൊറുക്കില്ല എന്നതാണ് വാസ്തവം. മഹാഭാരത യുദ്ധം തന്നെ അതിന് ഉദാഹരണമാണ്. മഹാഭാരത യുദ്ധസമയം പ്രകൃതിയിൽ അനേകം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി. ഇതിനാൽ തന്നെ പാണ്ഡവരോട് ഭഗവാൻ ക്ഷമിച്ചില്ല എന്നതാണ് വാസ്തവം. അനേകകാലം അലഞ്ഞു തിരിയുകയും അനേകം പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് മോക്ഷം പോലും ലഭിച്ചത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പ്രകൃതിക്ക് ദോഷം വരുന്നതായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ശിവഭക്തർ ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഇതിനാൽ പ്രകൃതിയെ ഉപദ്രവിച്ചാൽ ഒരിക്കലും അവരോട് ഭഗവാൻ പൊറുക്കില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മൃഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഭഗവാൻ പശുപതിനാഥനാണ്, അതായത് എല്ലാ മൃഗങ്ങളെയും സംരക്ഷിക്കുന്നവനാണ് സാക്ഷാൽ പരമശിവൻ. ഉപദ്രവിച്ചാൽ അതിനാൽ ഭഗവാൻ പൊറുക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ മൃഗങ്ങളോട് നിങ്ങൾ ചെയ്യുന്നതായ ദ്രോഹങ്ങൾ അത് ശിവകോപത്തിന് കാരണമായി തീരും എന്നതാണ് വാസ്തവം. പശുപതിനാഥനായ സാക്ഷാൽ പരമശിവൻ അത് പൊറുക്കുന്നതല്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ദ്രോഹങ്ങൾ നിങ്ങൾ ശിവഭക്തർ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു കാര്യം മറ്റുള്ളവരുടെ നിസ്സഹായാവസ്ഥയാണ്. പല അവസരങ്ങളിലും ചില വ്യക്തികൾ മറ്റുള്ളവരുടെ ആ നിസ്സഹായാവസ്ഥ മുതലെടുക്കുന്നവരാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. ശിവകോപത്തിനും പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അതിനാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം വളരെ വേഗം ലഭിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമാണ് ഭാവിയിൽ നൽകുക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പലരും തെറ്റായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ വളഞ്ഞ വഴികളിലൂടെ പലപ്പോഴും സത്യത്തെ നിങ്ങൾ ഒഴിവാക്കി തെറ്റായ രീതിയിലൂടെ അഥവാ തെറ്റായ മാർഗത്തിലൂടെ പല കാര്യങ്ങളും സമ്പാദിക്കുന്നവരുണ്ടാകാം. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ നേടുന്നതായ കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നതാണ് വാസ്തവം. പലവിധ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് രോഗദുരിതങ്ങളാകാം, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ പല വിധത്തിലുള്ള നഷ്ടങ്ങളാകാം, അവരെ തന്നെ നഷ്ടമാകുന്നതിന് പോലും കാരണമാകാം. അതിനാൽ തെറ്റായ കാര്യങ്ങളിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്നതായ കാര്യങ്ങൾ നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ശിവഭക്തർ ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശിവകോപത്തിന് അത് കാരണമായി തീരും എന്നതാണ് വാസ്തവം. എല്ലാം നഷ്ടമാകും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊന്ന്, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നതായ കാര്യങ്ങളാകുന്നു. ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല.
ദോഷകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പലവിധ തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന്, ദൗർഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരുന്നതിന് അത് കാരണമായി തീരും. സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമാകേണ്ടത് അനിവാര്യമായ ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും. കാര്യങ്ങൾ അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അതിനാൽ ഈ കാര്യവും തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളെ ദൈവതുല്യരായി തന്നെ കാണേണ്ടത് അനിവാര്യമാകുന്നു. ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് ജന്മജന്മാന്തരമായുള്ള ദോഷമായി തന്നെ മാറും. അതിനാൽ തീർച്ചയായും നിങ്ങൾ അവരെ ഒരിക്കലും വിഷമിപ്പിക്കുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളെ ഇത്തരത്തിൽ ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ശിവകോപം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ശിവപ്രീതി നഷ്ടമാകുന്നതിനും ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ തുടർക്കഥയാകുന്നതിനോ കാരണമായി തീരും. പല വിധത്തിലായിരിക്കും തിരിച്ചടികൾ വന്നു ചേരുക. അത് രോഗദുരിതങ്ങളാകാം, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നതായ കാര്യമാകാം, ധനപരമായ നഷ്ടങ്ങളാകാം, ധനം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യങ്ങളാകാം. അത്തരത്തിൽ പല വിധത്തിലും ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഒരിക്കലും നിന്ദിക്കുവാൻ പാടുള്ളതല്ല. പരമശിവനെ വിശ്വസിച്ച് മാത്രം പ്രാർത്ഥിക്കുക. കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവനെ പരീക്ഷിക്കും വിധം നിങ്ങൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാവുന്ന സാഹചര്യമല്ല ഉണ്ടാവുക. പലവിധ ദോഷങ്ങളാലോ അല്ലെങ്കിൽ തടസ്സങ്ങളാലോ ആ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾ തീർച്ചയായും അല്ലെങ്കിൽ ചില വ്യക്തികൾ ഭഗവാനെ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇപ്രകാരം ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് ശുഭമല്ല എന്ന കാര്യം ഓർക്കുക. ശരിയായ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ഒരിക്കലും തിടുക്കം കാണിക്കരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം അറിയുന്ന ഭഗവാൻ അത് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ അഥവാ ശിവഭക്തർക്ക് ശരിയായ സമയത്ത് ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഒരിക്കലും അപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് തിരിച്ചടിയാകാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. ഒരിക്കലും ശിവഭക്തർക്ക് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ തന്നെ ശിക്ഷ നൽകുന്നതാണ്. അതിനാൽ ഒരിക്കലും നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതായ കാര്യമില്ല. ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏവരും നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സാധിക്കാത്തവരാണ് എങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിലെങ്കിലും ദർശനം നടത്തുക. അതോടൊപ്പം ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുകയും സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും വിഭൂതി നെറ്റിയിൽ അണിയുകയും ശരീരത്തിൽ അണിഞ്ഞ് നിത്യവും ഭഗവാനെ ആരാധിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും ഓർക്കുക.